ഹായ് മക്കളെ, ടീച്ചർ ഒരു പാട്ട് പാടട്ടെ ഇന്ന്. ഹൃദയം മറന്നു നാണയത്തൊട്ടിന്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം ഈ ലോകയാഥാർത്ഥ്യമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാശിനെ കുറിച്ചല്ല പഠിച്ചത്. കാശ് ഒരു സംഭവമാണ്, ധനം, കോയിൻസ് എന്നൊക്കെ പറഞ്ഞ പേരുകളൊക്കെ നമ്മൾ പഠിച്ച്. എങ്കിലും ഈ ധനം നമുക്ക് വന്നു കഴിയുമ്പോൾ ചില ആളുകൾ, എല്ലാവരും ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് മാറിപ്പോകും എന്ന് പറയണത്. അത് അങ്ങനെ ഒരു ശക്തി ഉണ്ട് അതിന്. കുറെ ചൊല്ലുകൾ തന്നെ ഉണ്ട്, പഴഞ്ചൊല്ലുകൾ. പണത്തിന് മേൽ പരുന്തും പറക്കില്ല, പണമില്ലാത്തവൻ പിണം, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്നുള്ളൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് സംഭവം. ഇപ്പൊ ടീച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് നമ്മൾ എത്രത്തോളം ഉയർത്തിപ്പോയാലും എത്രത്തോളം അധപ്പതിച്ച് പോയാലും നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടാവണം. അപ്പൊ നന്മയെക്കുറിച്ച് ഒരു ചെറിയ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ നായും ഇന്നും മായൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടീച്ചർ മറ്റുള്ളവരോട് നമ്മൾ ദയയുള്ളവരായിരിക്കണം. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒരു അത്യാവശ്യം വന്നാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം അവർ അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അപ്പൊ ആ ഒരു വാക്കാണ്, ഇതിലുള്ള അക്ഷരങ്ങൾ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇത്ര നല്ല റിവിഷൻ ഇല്ലാത്ത ക്ലാസ് നമുക്കില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊരു ചെറിയൊരു റിവിഷൻ. റ, ര, ത, ന, പ, വ, മ, ല, ഹ, സ, ച, ട, ഠ, ണ, ദ, ശ, ഇർ, ഇൻ, ഇൽ, ഇൻ. ഏതാണ്ട് അക്ഷരമൊക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലൊരു പ്രശ്നമാണ്. നമ്മള് ഇർ എഴുതാൻ റ എഴുതി ഇർ എഴുതും അല്ലെ? റ, ഇർ ഒരുവിധം എളുപ്പം കിട്ടും കുട്ടികൾക്ക്. ഇന്നും കിട്ടും, ഞാ, ഇൻ. പക്ഷേ ഇല്ലെന്നുള്ളത് ഒരു കുഴക്കുന്ന ഒരു പ്രശ്നം ടീച്ചർക്ക് ഉണ്ടായിരുന്നു കുഞ്ഞിലെ. അതായത് നമ്മള് താഴെ എഴുതിയിട്ടല്ല, ഇത്രയും നമ്മുടെ മനസ്സിൽ ഈ അക്ഷരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളത് വന്ന്. പക്ഷെ ഇത് വന്നപ്പോ തായല്ല നമ്മൾ ഇല്ലാക്കുന്നത്, പകരം എന്താണ്, ലായാണ് നമ്മൾ ഇല്ലാക്കുന്നത്. അവിടെ എല്ലാം കുഞ്ഞിലെ എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ടീച്ചർക്ക് അത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എഴുതി തന്നെ പഠിക്കണം കേട്ടാ. നമ്മൾക്ക് ഇല്ലില് കുറച്ച് ഇതൊക്കെ നമ്മൾ എഴുതിയല്ല, ഹൽവ എന്നൊക്കെയുള്ള വാക്ക് എഴുതി. അപ്പൊ ഇല്ല് കുറച്ചധികം എഴുതി പഠിച്ചോ കേട്ടോ. പിന്നെ ഇൺ വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ അങ്ങനെ എഴുതിയില്ലെങ്കിലും അറിയാം നമുക്ക്. തൂൺ, മൺചട്ടി ഒക്കെ ഇണ്ണില് വരുന്ന വാക്കുകളാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ദയ. എളുപ്പമാണ് അത് പഠിക്കാൻ, വളരെ അർത്ഥമുള്ള വാക്കാണ് കേട്ടോ, ദയ. നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ദയ, ദയയുടെ ദായാണ് എഴുതും. നമ്മൾ 13 എഴുതുന്ന എങ്ങനെയാണ്? 13 1 എഴുതും, 3 എഴുതും അല്ലെ? ഈ 1 ഇങ്ങോട്ട് എഴുതുന്നതിന് വരെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. കണ്ട ബി, ഇംഗ്ലീഷ് ലെറ്റർ ബി ആയി. ഇനി എന്താണ്, ഇങ്ങനെ ആക്കുക. ഇതാണ് ദ. ഇവിടെ ഇപ്പൊ ദ എന്നുള്ളതിന് നമുക്കൊരു വാക്ക് എടുക്കണമെങ്കിൽ ശ ചേർത്ത് എഴുതാം, ദശ. നമ്മള് മൂക്കിലൊക്കെ ഇങ്ങനെ ദശ വളരണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു വാക്ക് നമുക്ക് ദായില് എഴുതാം. 3 പ്രാവശ്യം ദാ എഴുതുക, ദശ എന്നുള്ളൊരു വാക്ക് എഴുതുക. കുറേ വാക്കുകൾ ദാ വെച്ച് നമുക്ക് എഴുതാം കേട്ടോ. അപ്പം ഒരു വാക്ക് കൂടി, ഒരു അക്ഷരം കൂടി നമുക്ക് കിട്ടി. എന്താണ്, ദ. നല്ല ഭംഗിക്ക് എഴുതണം കേട്ടോ, ദ. ഓക്കെ, ദശ എന്നുള്ളൊരു വാക്കേ കിട്ടുള്ളൂ നമുക്ക്, അക്ഷരം ദ. ഇനി ഈ ദായോട് ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകാരനുണ്ട്. ഇപ്പൊ നമ്മൾ പ എഴുതി, വാ എഴുതി, ഹ എഴുതി അല്ലെ? ഇതിന് 3നും കുറച്ച് ബന്ധമൊക്കെ ഉണ്ട്. ഈ ദായോട് ചേർന്നിട്ടുള്ള ഒരു അക്ഷരമാണ് ഭൂമിദേവിയുടെ ഭ. ഭൂമിദേവി ഭ. നോക്കിയേ, ദാ നമ്മള് ഇങ്ങനെയല്ലേ എഴുതിയത്, ബ.
ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് തുറന്നു വെക്കും. ബ ബ ബ ബ 3 പ്രാവശ്യം എഴുതുക. നമുക്ക് കിട്ടുമോ നോക്കാമല്ലോ. ബ വെച്ചിട്ട് ബ. ഭരതൻ. ബ ര ത ഇൻ. ഭരതൻ ഒരു ആളുടെ പേരാണ്. ബ ര ത ഇൻ. ഭരതൻ. നമുക്ക് ഇപ്പൊ പിന്നെ 2 അക്ഷരം കേട്ടാ. ദ ബ. ഓക്കെ, 2 അക്ഷരം മനസ്സിലായില്ലേ? ദായിട്ട് നമ്മ ദശ എഴുതി. ബ ഭരതൻ. കൂടുതൽ വാക്കുകൾ കിട്ടുമോ നോക്കാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ബായിനെ കുറിച്ച് പറയാം. നമ്മള് ക്രിസ്തുമസിനൊക്കെ നമ്മള് വീർപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബലൂൺ. ബലൂൺ കണ്ടിട്ടില്ലേ? പലതരം ബലൂൺ ഉണ്ട്. ഇത് സ്നേക്ക് ബലൂൺ, മങ്കി ബലൂൺ. നമുക്ക് പല ഷേപ്പില് ബലൂൺ ഉണ്ടാക്കാം. നമുക്ക് മങ്കി ബലൂൺ. ആ ബലൂണിന്റെ ബായാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വാ ഇങ്ങനെ പഠിച്ച് അല്ലേ? വാ. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഇങ്ങനൊരു ഭാഗം എടുത്ത് എഴുതി ഇല്ലേ? അപ്പൊ ബലൂണിന്റെ ബാ പഠിക്കാൻ ഇങ്ങനെയുള്ളൊരു ഭാഗം എടുത്തിട്ട് വാ വാ ബ. ഈ ഭാഗം എടുത്ത് പിന്നെ ഒരു വാ. ബ ബലൂൺ. ബ ബലൂൺ. ബ. ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ബൺ എന്നുള്ളൊരു വാക്ക് എടുക്കാം. ബൺ. അത് ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിലാക്കിയതാണ് കേട്ടോ. ബൺ. നമ്മൾ ഭക്ഷണം കഴിക്കൂലേ? ബൺ. ഉരുണ്ടിരിക്കുന്ന അതാണ് ബൺ. അത് ഇംഗ്ലീഷ് വേർഡാണ്. അത് നമ്മൾ മലയാളത്തിലാക്കാനായിട്ട് ഈ ബാ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബായ വെച്ചിട്ട് എഴുതാനായിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനുള്ള വാക്കുകൾ കുറവാണ്. പക്ഷെ 3 പ്രാവശ്യം എഴുതിയിട്ട് 3 വരി വിടണം കേട്ടാ. ഒത്തിരി വാക്കുകൾ കിട്ടും. ബലവാൻ, ബലം, ശക്തി എന്നൊക്കെയുള്ള ബലം, പിന്നെ ബന്ധു. അപ്പൊ അതെല്ലാം ഈ ബായിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ബ. നമുക്ക് അടുത്തൊരക്ഷരം നമ്മളിത് പഠിച്ചില്ലേ? ട. ഈ ട അല്ലേ? നമ്മള് ഇങ്ങനെ ആക്കി നോക്കി. ഷ എഴുതാൻ പഠിച്ചതാണ് നമ്മൾ. ഇത് ഷ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതിനെ തന്നെ ആ ഷായിയുടെ ആ റൗണ്ടിലേക്കില്ല, ഇങ്ങനെ മാത്രം നിർത്തുക. ഗണപതിയുടെ ഗായാണ്. ഗണപതിയുടെ ഗദ. ഗദ. ഗദ ഈ ഭീമസേനന്റെ ആയുധം അല്ലെ? ഭീമസേനന്റെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഒരു ആയുധം നമ്മൾ കാണാറില്ലേ? അതാണ് ഗദ. അപ്പൊ നമ്മള് പിന്നെ ഗമ. 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 അവനെന്തൊരു ഗമയാണ് എന്ന് പറയില്ലേ? ഗമ. പിന്നത്തെ ഇംഗ്ലീഷ് വേർഡ് മലയാളീകരിക്കുമ്പോ കിട്ടണത് ഗൺ. അപ്പൊ നമുക്കൊരു അക്ഷരം കൂടി കിട്ടി, ഗ. അപ്പൊ ഗദ, ഗമ, ഗൺ. ഇത് ഗായിൽ എഴുതണം കേട്ടോ. ഓക്കെ, കൂടുതൽ വാക്കുകളിലേക്ക് നമുക്ക് അക്ഷരങ്ങളിലേക്ക് ഇനി അടുത്ത ദിവസം പോകാം. ഇപ്പൊ നമ്മള് 4 അക്ഷരങ്ങൾ ഇന്ന് കൂടി. ഏതാണ്? ദ. ദശ എന്നുള്ളൊരു വാക്ക് കിട്ടിയിട്ടുള്ളൂ. ബ എന്ന് പറയുമ്പോ ഭരതൻ. ഭരതൻ അല്ലേ? ദശ. ദശ. ബ ഭരതൻ. ബ ര തൻ. ഭരതൻ. പിന്നെ ഭഗവൻ. ഭഗവൻ എന്നുള്ള ഒരു വാക്ക് നമുക്ക് എടുക്കാം. ബ ഗ വ ഇൻ. ഭഗവൻ. ബ ഗ വ ഇൻ. ഭഗവൻ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് ബായിൽ എഴുതാം. നമ്മുടെ ഭാരതം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഉഴപ്പരുത്, നന്നായിട്ട് പഠിക്കണം. അക്ഷരങ്ങളൊക്കെ ഉറപ്പിക്കണം. ചില്ലക്ഷരങ്ങൾ അറിയാമല്ലോ, ആദ്യം വരില്ലെങ്കിലും ഇടക്കും അവസാനവും ഒക്കെ ആയിട്ട് ചില്ലക്ഷരങ്ങൾ ടീച്ചർ പറഞ്ഞത് നിങ്ങളോട് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഇർ, ഇൻ, ഇൽ, ഇൻ എന്നൊക്കെ ഉള്ളത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ചില്ലക്ഷരങ്ങൾ എന്നുള്ള, ചില്ലുകൾ എന്നുള്ള ഇതിലാണ്. അപ്പൊ അത് ഒരു റിസ്ക് എടുത്ത് തന്നെ പഠിക്കണം. ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. റാ ഇർ, നാ ഇൻ,
ലാ ഇൽ, നാ ഇൺ. അങ്ങനെ തന്നെ ഉച്ചരിച്ച് പഠിക്കണം കേട്ടാ. എന്നാലും നമുക്ക് വാക്കുകൾ ചേർത്ത് കൂട്ടുവാക്കുകളൊക്കെ ആക്കുമ്പോൾ ഈ ചില്ലക്ഷരങ്ങളുടെ ആവശ്യം ഒത്തിരി വരും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.